അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്ന എൻ വിജയന്റെ മകന്റെ ആശുപത്രി ബിൽ അടയ്ക്കാൻ പോലും കഴിയാതെ ദുരിതത്തിലായി എന്ന പ്രയാസമാണ് കുടുംബം പങ്കുവെക്കുന്നത്. എൻ വിജയന്റെ കുടുംബം പത്മജയും വിജേഷും വലിയ കടബാധ്യതയുള്ള ഒരംശം പോലും തന്ന് സഹായിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. കുടുംബം കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും കോൺഗ്രസിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നും എൻ വിജയന്റെ മരുമകൾ പത്മജ പറയുന്നു. സാനിയോ മനോമിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ, ഗുഡ് മോർണിംഗ് സാനിയോ. പത്മജ ഇന്നലെ തുറന്നു ചില കാര്യങ്ങൾ പറഞ്ഞു. തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് തന്നെ ചതിച്ചുവെന്നും ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്നുമാണ് പത്മജ നമ്മളോട് പറഞ്ഞത്. വിജേഷിന്റെ ബില്ലടയ്ക്കാൻ പോലും കോൺഗ്രസ് തയ്യാറായില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും പത്മജയ്ക്ക് ആശ നഷ്ടപ്പെട്ട നിലയിലാണോ? അതേസമയം കോൺഗ്രസ് നേതൃത്വം പറയുന്നത് ചില സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ കോൺഗ്രസ് ഇടപെട്ട് വീട്ടി എന്നാണ്. സാനിയോ മനോമി. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. അതായത് വളരെ ചെറിയൊരു തുകയാണ് കോൺഗ്രസ് ഇടപെട്ട് എൻ വിജയന്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്നത് എന്നാണ് പത്മജ പറയുന്നത്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വളരെ സീരിയസ് ആയി കിടന്ന വിജേഷിന്റെ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ആശുപത്രി ബില്ലടയ്ക്കാൻ പോലും കഴിയാതെ 4 വയസ്സുകാരിയായ മകളെ ആശുപത്രിയിൽ തനിച്ച് നിർത്തിക്കൊണ്ട് നെട്ടോട്ടമോടേണ്ട ഒരു അവസ്ഥയിലായിരുന്നു വിജേഷും കുടുംബവും ഉണ്ടായിരുന്നത്. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കരാറുമടക്കം MLA പൂഴ്ത്തി എന്നുള്ള ഒരു ആരോപണമാണ് എൻ വിജയന്റെ മരുമകൾ പത്മജ മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രവുമല്ല, കോൺഗ്രസിൽ തങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യവും പറയുന്നു. ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് നമ്മൾ നിരന്തരമായി എൻ വിജയന്റെ മരുമകളുമായി സംസാരിക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രയാസങ്ങളിൽ അവർക്ക് കൂടെ നിൽക്കാൻ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അവർ പറയുന്നത് ഒരു തരത്തിലും പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല, പലരും ഇത്തരത്തിൽ കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ എൻ വിജയന്റെ മകളുടെ ഭാഗത്ത് നിന്ന് ഇന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു സാനിയോ. നമുക്ക് പത്മജയുമായി സംസാരിക്കാം. ഇതിനിടയിൽ ഒരു കാര്യം പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇന്നലെ ടി സിദ്ദിഖ് എന്നെ വിളിച്ചിരുന്നു രാത്രിയിൽ. നമ്മുടെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ടി സിദ്ദിഖ് പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിജേഷിൻ്റെ നിംസ് ആശുപത്രിയിലെ 1 ലക്ഷത്തോളം രൂപ വരുന്ന ബില്ല് അടയ്ക്കാൻ കോൺഗ്രസ് തയ്യാറാണ്. അതിൻ്റെ ഉത്തരവാദിത്വം ടി സിദ്ദിഖ് വ്യക്തിപരമായി തന്നെ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിവരം നമ്മൾ ആ കുടുംബത്തെ അറിയിക്കുകയാണ്. ടി സിദ്ദിഖ് തന്നെ ആ പണം അടച്ചോളും, വിജേഷിൻ്റെ പണം പൂർണ്ണമായിട്ടും അടച്ചോളും. അത് നിംസ് ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് അറിയിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഹല്യയിൽ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത പൂർണ്ണമായിട്ടും കോൺഗ്രസ് തീർത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ടി 20 ലക്ഷം രൂപയും പത്മജയുടെ കുടുംബത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വീടിൻ്റെ ബാധ്യതയുണ്ട്, അത് ശരിയാണ്, അതിനൽപ്പം താമസം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതും കോൺഗ്രസ് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ടി സിദ്ദിഖ് ഇന്നലെ വിളിച്ചു പറഞ്ഞത്.